കുട്ടികൾ ജയചന്ദ്രൻ എന്ന വ്യക്തിയുടെ പോസ്റ്റ് ഈ രണ്ടുപേരെയും, അതായത് രണ്ട് പക്ഷക്കാരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ദിലീപ് പക്ഷത്തിനെയും മഞ്ജു വാര്യർ പക്ഷത്തിനെയും സുഖിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഞാൻ ചോദിക്കട്ടെ, രണ്ടുപേരെ സുഖിപ്പിച്ച് അതുകൊണ്ട് എന്ത് ലാഭം? നിലനിൽപ്പ് എന്ത് നിലനിൽപ്പ്? എവിടെ നിലനിൽപ്പ്? മലയാള ഇൻഡസ്ട്രിയിൽ നിൽക്കാനാണെങ്കിലോ. അപ്പൊ ഇത്രയും കാലം ദിലീപേണ്ട സുഖിപ്പിച്ചുകൊണ്ട് നിന്നിട്ടോ? എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു വൾഗറായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് ഒരു മനുഷ്യന് ക്യാൻസർ പോലത്തെ ഒരു മഹാവ്യാധി, കാരണം പ്രാക്ക് വാങ്ങി ചിലപ്പോൾ വണ്ടീൻ്റെ അടിയിൽ കയറിയിട്ട് ചതഞ്ഞറിഞ്ഞ് ചാവുമായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. ഇപ്പൊ ക്യാൻസർ ഞാൻ ഇങ്ങനെ മാരകമായിട്ടുള്ള, കാരണം അത്രയും ഒരാളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുന്നുള്ള 100% ഉറപ്പാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ജേട്ടനൊരു പോസ്റ്റ് ഇട്ടു, അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജയചന്ദ്രൻ ചെയ്തത് ശരിയായില്ല, അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എന്ന് ചോദിക്കാം. എടാ പോടാ പട്ടി നായിൻ്റെ മോനെ മറ്റേന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആരാണെന്ന് കണ്ടാടി നീയൊക്കെ വന്ന് ഇതിനകത്ത് ഇത് ചെയ്യുന്നേ? ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? 10 വർഷം ഒരാളുടെ കൂടെ കഴിയുക, അത് കഴിഞ്ഞ് എനിക്ക് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആണുങ്ങളെ വിശ്വസിക്കാം, പക്ഷെ പെണ്ണുങ്ങളെ അല്ല. അപ്പോൾ ഒരാളെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്ത്രീകളെ ഇകഴ്ത്തുക എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ആ ഒരു പോസ്റ്റിലില്ല. രണ്ടുപേര് അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് അവർക്ക് മാത്രമേ അറിയില്ല. അതിന് പോയി തെറിയിടുന്ന അത്രയുണ്ടോ ഈ പ്രശ്നം? നമസ്കാരം, ഞാൻ സിദ്ദിഖ് നഫീസ. സീരിയൽ ടുഡേയിൽ ഇന്ന് നമുക്കൊപ്പമുള്ളത് കുട്ടികൾ ജയചന്ദ്രനും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ബസന്തിയുമാണ്. സ്വാഗതം. നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടുപേരാണ് നിങ്ങൾ. അതിലെ മെയിൻ കാരണം ജയൻ ചേട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. പറയൂ, എന്തായിരുന്നു ആ പോസ്റ്റ്? ആ പോസ്റ്റ് വായിച്ചു കാണുമല്ലോ അല്ലേ, പ്രേക്ഷകന് വേണ്ടിയിട്ട്? അല്ല, അത് അതിലിപ്പം വേറൊന്നുമില്ല. ഇപ്പോൾ മഞ്ജു വാര്യരാണെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും അടുത്ത സുഹൃത്താണ്, അതേപോലെ തന്നെ ദിലീപേട്ടനും, രണ്ടുപേരും. അപ്പോൾ ഇവർ ആ ബൈക്കിലൊക്കെ പോകുന്ന ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ, എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നൊരു സംഭവമാണ്. അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയോ അല്ലെങ്കിൽ ടീനേജുകാരോ ഒന്നും അല്ല, ഒരുപാട് ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരിങ്ങനെ അത് പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളൊക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ വലിയൊരു മടിയനാണ്. മടി കണ്ടുപിടിച്ച ആളാണ് ഞാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പം. അതുകൊണ്ട് നമുക്ക് ഗുണവും ഉണ്ടാവാം. ഇത്തരം മടിച്ചൊക്കെ ഇരിക്കുന്ന, ഉദാഹരണം ചില സംഭവം ഉണ്ട്, നമ്മൾ ഇച്ചിരി കഴിഞ്ഞ് പോവാം എന്ന് പറഞ്ഞ് ഇരുന്നിടത്ത് മരം ഒടിഞ്ഞ് വീണ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞ് ചാടി ഇരുന്നെങ്കിൽ അതിൻ്റെ അടി വീണ് എന്ന് പറയുന്ന ചിലപ്പോൾ ഗുണമുണ്ട് ദോഷമുണ്ടാകും. അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ ചിലപ്പോൾ എനിക്ക് തോന്നാറ്, കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, നീ കുറെ കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയായാലും നിനക്ക് അമിതാഭ് ബച്ചനൊക്കെ ആകായിരുന്നു എന്നൊക്കെ പറയുന്ന കൂട്ടുകാരുണ്ട്. അതൊക്കെ ഇപ്പം ഞാൻ പറയണം, അത് ഇച്ചിരി കൂടിപ്പോയില്ലേ ആ പ്രചോദനം, അത് എത്രയും വേണ്ട. അപ്പം എനിക്കും തോന്നി ചിലപ്പോൾ ഞാൻ മടിയനാ. അപ്പം അതിനെല്ലാം കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ ഈ ഒരു രീതി. അതിന് വെറും ഒരു മഞ്ജു വാര്യർ എന്ന് പറഞ്ഞല്ല, എനിക്കറിയാവുന്ന സൂപ്പർ സ്റ്റാർ ആണ്. അങ്ങനെ നിർത്തിക്കൊണ്ട് അന്യനായിട്ട് നിന്ന് എഴുതിയതൊന്നുമല്ല. എനിക്ക് അവരോട് പരിചയമുണ്ട്, അടുത്തറിയാം, ഒരുപാട് സംസാരിക്കലും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതലായിട്ടും നമുക്കത് മനസ്സിലാവും. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് നോക്കിയൊരു കാര്യം, നമ്മുടെ ഈ ജീവിതത്തിൽ എല്ലാവർക്കും മടി, ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു മടി. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഇവർ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, വൈഫാണ് ഇവള്, പിന്നെ അങ്ങ് അന്യഗ്രഹത്തിൽ നിന്നും വന്നതല്ല, അവരെ പോലെ സാധാരണ സ്ത്രീയാണ്. അപ്പം ഞാൻ ഇവരോട് പറയുന്ന കാര്യമാണ് ഇങ്ങനെ മടിച്ച്, ഞാൻ ഉദാഹരണം പറയുന്നതായപ്പോഴും, നീ അവരെ കണ്ടുപിടിക്കും, ഇല്ലേ വെറുതെ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത് കണ്ടുപിടിക്കും. അല്ലാതെ അപ്പം അവർ അത്രയും ഈ പ്രതിസന്ധികളെല്ലാം അവർക്കുള്ള ഒരു സ്ത്രീക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ പലപ്പോഴും കാരണങ്ങൾ എന്നോട് പറയാറുണ്ട്. ഇന്ന് വൈകി എനിക്ക് ഇന്ന് എഴുന്നേക്കാൻ മേല, മറ്റേ പിന്നെ ഇതിൻ്റെ, ഞാൻ പറഞ്ഞു ശരി നീ ആയിക്കോട്ടെ, ഓക്കെ, നമ്മൾ അതിന് വേണ്ട സഹായങ്ങളും ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ അങ്ങനല്ല വേണ്ടത്, അതൊക്കെ ഉണ്ടാവും. ഇപ്പം എനിക്കും ഞാൻ പറയാം, ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ അഭിനയിച്ചിരിക്കുന്ന സമയം പലപ്പോഴും തല പൊട്ടിപ്പോകുന്ന വേദന ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കാര്യം ഉദാഹരണം ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പം ഭയങ്കര ടെൻഷനുമായിരുന്നു. കാര്യം അഭിനയിക്കാൻ പോകുന്ന മോഹൻലാലിൻ്റെ കൂടെ.
അതുകൂടാതെ ഇദ്ദേഹത്തിന് രാവിലെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് ടെൻഷൻ അതാണ്. തലവേദനയും തലപരുത്തും ആകെ ഇമോഷനായിട്ടും ഒക്കെ ഇതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റൂ. അത് നമ്മുടെ ജോലിയാണ്, പാഷനാണ്. ഇത് എന്നിട്ട് അഭിനയിച്ച് കൊടുത്തില്ലെങ്കിൽ അപ്പം തന്നെ ജിത്തു ജോസഫ് കട്ടിട്ട് ഇതിലൂടെ ഇറങ്ങിപ്പോ അടുത്ത ആളെ വിളിച്ച് അഭിനയിപ്പിക്കാൻ പറയും. അല്ല അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം അതിലും വളരെ പേര് പറഞ്ഞ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ വളരെ നാച്ചുറലായിട്ടൊരു മുരളി പുതിയ ബസ്സൊക്കെ എടുത്തോ, അത് ജയിച്ചു കഴിയപ്പോഴാണ് നമ്മുടെ എല്ലാം കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് എങ്ങനെയാ പറഞ്ഞു ഇപ്പം ജില്ല പറഞ്ഞു വിട്ടിച്ചിട്ടാ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ബസ് ഇങ്ങനെ പറയേണ്ട ഡയലോഗുവാ. അതിൽ ഞാൻ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചു പിന്നെ വന്ന് പറയട്ടെ അന്ന് എനിക്ക് ടെൻഷനായിരുന്നു, തലവേദനയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? അതുപോലെ ഒരു ഉദാഹരണം ഞാൻ പറയാം, അതുപോലെ ആകണം നമ്മൾ. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഡാൻസ് കളിക്കുന്നത് എനിക്കറിയാം. എൻ്റെ കൂടെ സ്റ്റേജ് ഷോയ്ക്ക് ഗൾഫിലും ഒക്കെ വന്ന സിനിമാ നടിമാർ വളരെ പ്രശസ്തരായിട്ട് പലരും എന്നോട് അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് ഈ പീരിയഡ്സ് ടൈമിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് വെച്ചിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നതും അഭിനയിക്കുന്നതും എല്ലാം. അവരിൽ നിന്ന് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ ഓരോ തമാശ പറഞ്ഞ് അവരെ രസിപ്പിക്കുക. അപ്പോൾ അവർ പറയാം നീയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എല്ലാവരെയും കൊന്നേനെന്നൊക്കെ പറയും. അത്രയ്ക്ക് മോശമുള്ള സാധനമായിട്ടും അവരത് ചെയ്യുക. അത് എന്നെ സംബന്ധിച്ച് വരെ ഒരു പ്രചോദനമായി. ഞാൻ ഓർത്ത് ഇങ്ങനെ വെറുതെ കിടക്കുന്ന കാര്യമില്ലല്ലോ, ഒരു തലവേദന ഉണ്ടായി ഞാനൊരു ആർട്ടിസ്റ്റാണ്, അല്ലാതെ നമുക്കത് ചെയ്യണം എന്നിങ്ങനൊരു സംഭവം അത് ഞാൻ ഇവരോടും പറയാറുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ അങ്ങനെ മടി പിടിച്ച് ഇപ്പോൾ പിന്നെ പീരിയഡ്സിൻ്റെ കഥ പറഞ്ഞാൽ PCODS ഇവർക്കുണ്ട്. ഇന്നിപ്പം പണ്ടതുകൊണ്ട് അന്ന് ആ പേരില്ലാത്തതുകൊണ്ട് ആർക്കും അറിയിച്ചില്ല, അതെൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അപ്പം അമ്മയും ഉദാഹരണമാണ്. ഞാനൊരു മകനാണ്, അച്ഛനും അമ്മയും എൻ്റെ 5ാമത്തെ വയസ്സിൽ തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് തൊട്ട് ഇവർ രണ്ടുപേരും മരിക്കുന്നിടം വരെ ഇവർ തോളോട് തോള് നിന്ന് പണിയെടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോഴും അവർക്ക് കുരിശായിട്ട് ഞാനായിരുന്നു, പഠിക്കുകയില്ല, കുഴപ്പമില്ല, അവരുടെ ആകെ ശല്യം ഞാനായിരുന്നു. അപ്പോഴും ഇവർ രണ്ടുപേരും കൂടെ എന്നെ അല്ലാതെ അപ്പം അത് കണ്ട ഞാനും വളർന്നേ. പിന്നെ വലുതായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ അപ്പോഴും അറിയില്ല. ഈ വിവാഹത്തിന് ശേഷമൊക്കെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എൻ്റെ അമ്മയ്ക്കും അതുണ്ടായിരുന്നില്ല, അങ്ങനെയല്ല ഞാനുണ്ടായിരുന്നു. അപ്പം അമ്മ പറയുന്നതോ ഒന്ന് അവിടെ കിടന്ന് അച്ഛൻ എടിയെന്ന് എഴുന്നേറ്റ് പാടി മറ്റേ ഇങ്ങനെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഇവർ രാവിലെ റെഡിയാണ്, രണ്ടുപേരും കൂടെ ഒന്നിച്ച് വൈദ്യശാലയായിരുന്നു, രണ്ടുപേരും കൂടെ പോവും, മരുന്നുണ്ടാക്കൽ മറ്റാണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് എനിക്ക് കണക്കിൽ 50ൽ 13 അതിൻ്റെ തെറി അവർ രണ്ടുപേരും കൂടെ തന്നെ. ഇതൊക്കെ അപ്പോഴും ഞാനാണ് മടിയൻ. അപ്പം ഇതൊക്കെ ഞാൻ ഇവരോട് പറയണേ അത് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയൊക്കെ ഇപ്പോൾ വയസ്സാകാലത്ത് അവർ മരിക്കുന്ന സമയം ഒന്നും ഇങ്ങനെ ക്ലിപ്പാകുമ്പോൾ പിടിക്കാൻ വിട്ടേരെ ഞാൻ ചാകാറൊന്നും ആയില്ല. അതാണ് പണ്ടുള്ള സ്ത്രീകളും ഇപ്പോഴത്തുള്ള സ്ത്രീകളും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഒരിക്കലും ഇവർ രണ്ടുപേരും വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന കണ്ടു വന്നപ്പോൾ ആ ആശയം വെച്ച് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെങ്കിൽ പിന്നെ മറ്റു പല കാര്യങ്ങളും ഞങ്ങളുടെ ചില കുടുംബ ബന്ധങ്ങളിൽ ഇവിടെ സിദ്ദീഖിന് അറിയാം, നിങ്ങളൊന്നും നമ്മളാരും ഈ പറയുന്നവരാരും അങ്ങ് അന്യഗ്രഹത്തിൽ നിന്ന് വന്നവരല്ലേ, ഇവിടെ ജീവിക്കുന്നവരല്ലേ. അപ്പം നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാം. അയൽവക്കത്തെയും ചുറ്റുവട്ടത്തെയും കൂട്ടുകാരുടെ ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിപ്പം ഞാൻ പറഞ്ഞു പോയതാണ് കുഴപ്പം, പറയാൻ പാടില്ല, ഇതെല്ലാം സംഭവിക്കാം നമ്മുടെ നാട്ടിലങ്ങനെ. അപ്പം കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കുടുംബങ്ങളിലെ പല പ്രശ്നങ്ങൾ, പറ്റുകയില്ലാത്ത ബന്ധങ്ങളിൽ അവിടെ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കുക. ഞാൻ ഇവരോടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൂട്ടുകാരും ഓരോ പെൺകുട്ടികളെ കാണുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തെ ഓർത്ത് നിങ്ങൾ കല്യാണം കഴിക്കരുത് കേട്ടോ എന്നാ ഞാൻ പറഞ്ഞത്. അല്ല ചോദിച്ചു നോക്കില്ലേ, ഞാനതാ പറഞ്ഞു, നിങ്ങൾ കല്യാണം നിങ്ങൾ നല്ലൊരു ജോലിയും കണ്ടെത്തി സ്വന്തമായിട്ട് വരുമാനമായിട്ട് ഇഷ്ടം പോലെ സന്തോഷമായിട്ട് ജീവിക്കുക. എനിക്കത് പറയുമ്പം തന്നെ എനിക്കൊരു സന്തോഷമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ പറയാം, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ സത്യം പറയാൻ എനിക്കുണ്ടോയെന്ന് അറിയില്ല എന്ന് തന്നെയാണ്. അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല, പറഞ്ഞു കേട്ടതും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അങ്ങനെ ഒരാളോ അങ്ങനെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു അപവാദമാണ് മഞ്ജു വാര്യർ എന്നാണ് എഴുതിയത്. ഓക്കെ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂവിനകത്തേക്ക് വന്നു പെടുന്നത്? ഒന്നാമത് എൻ്റെ മനോനിലയ്ക്ക് യാതൊരു തകരാറും ഇല്ല എന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ വന്നത്. ഞാൻ ഇതുവരെ ബോബന് മുകളിൽ പട്ടി പോലെ ചെയ്യേണ്ട പിന്നാലെ നടക്കുക എന്നല്ലാതെ എനിക്ക് ഇങ്ങനത്തെ ശീലങ്ങളില്ല. അപ്പം
എൻ്റെ എങ്ങനത്തെ ശീലങ്ങളാണ്? ഫേസ്ബുക്കിൽ എഴുതിയിടുന്ന അങ്ങനത്തെയാണോ? ഞാൻ എഴുതിയിടാറില്ല എന്ന് മാത്രമല്ല എനിക്ക് FB അക്കൗണ്ട് ഇല്ല. അപ്പോൾ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പേഴ്സണൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം ചേട്ടൻ ഇങ്ങനെ ഈ ഒരു സംഭവം ഇട്ടു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇങ്ങനെ എന്തൊക്കെയോ ചേട്ടനെ തെറി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി. അപ്പോൾ അങ്ങനെ ഭയങ്കര മോശമായ രീതിയിൽ ബാഡായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തപ്പോൾ ഞാൻ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. അവർ പബ്ലിക്കിലാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ പേഴ്സണൽ അയച്ചു. നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലായിട്ടില്ലെങ്കിൽ 10 പ്രാവശ്യം വായിച്ച് നോക്കുക, അല്ലെങ്കിൽ മനസ്സിലായ ആരുടെങ്കിലും ചോദിക്കുക, അല്ലാതെ ഇങ്ങനെ എന്തിനാ തെറി പറയുന്നതെന്ന് ചോദിച്ചു. അതിന് അവർ ഭയങ്കര മോശമായിട്ട് ഞാൻ വോയിസ് കേൾപ്പിക്കാം. ആ വോയിസ് ഇപ്പൊ കേൾപ്പിക്കണോ? കേൾപ്പിച്ചോളൂ. ഞാൻ ആരാണ് നിങ്ങളുടെ അടി നീയൊക്കെ വന്ന് ഇതിനകത്ത് ഇത് ചെയ്യുന്നേ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയുമോ? അത് വായിച്ചാൽ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്, മനസ്സിലായോ? അവന്റെ കോണത്തിലെ മറ്റേ ഇത് പറഞ്ഞിട്ട് ഭാര്യനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. നീ ആരാ? ഞാൻ നിന്റെ പോസ്റ്റ് കമന്റ് ഇട്ടോ? നിന്റെ ഭർത്താവിന്റെ അഡ്വക്കേറ്റ് ആണോ നീ? ആദ്യം സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടാക്ക്. പറയാനുള്ളത് സ്വന്തമായിട്ട് അയാൾ പറയട്ടെ, കേട്ടോ? ആ ലെവലാദികള് കെട്ടിയവനും കൊള്ളും ഭാര്യയും കൊള്ളും. എങ്ങനെയുണ്ട്? ഇതിന് ഞാൻ പ്രതികരിച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ്. ഇപ്പൊ ഇവര് ഇതിന് റിപ്ലൈ കൊടുത്തായിരുന്നോ? ഇതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാക്സിമം മാന്യമായ ലാംഗ്വേജിൽ അവരുടെ അടുത്ത് സംസാരിച്ചത്. കാരണം നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇവിടുത്തെ കോഴിക്കോടുള്ള ആൾക്കാരുടെ തെറി എന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് ഇത് കോമഡി കേൾക്കുന്ന പോലെയാന്ന് പറയും. ഇവരെ നാട്ടിൽ പോയിട്ട് അത് ഞാൻ കേട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പറയും. പക്ഷെ അവര് എടിയെന്ന് വിളിച്ചാൽ പോടിയെന്ന് വിളിക്കാൻ നമുക്കറിയാം. പക്ഷെ മാക്സിമം മാന്യമായ രീതിയിൽ സംസാരിക്കുക. കാരണം എൻ്റെ വീട്ടിൽ എന്നെ വളർത്തിയത് അങ്ങനെയാണ്. പരിചയമില്ലാത്ത ഒരാളെ കയറി തെറി വിളിക്കുക. ഞാൻ ഇതുവരെ ഒരാളുടെ പോസ്റ്റിനും മോശമായിട്ട് കമൻ്റ് ഇടാൻ ഞാൻ നിൽക്കാറില്ല. അത് അവരുടെ പേഴ്സണൽ കാര്യം. ഇപ്പം ഞാൻ പറയട്ടെ, ചേട്ടനൊരു പോസ്റ്റ് ഇട്ടു, അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജയചന്ദ്രൻ ചെയ്തത് ശരിയായില്ല. അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണോ എന്ന് ചോദിക്കാം. എടാ പോടാ പട്ടി നായിൻ്റെ മോനെ മറ്റേന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഈ മനുഷ്യൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് കഴിയുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ട് അച്ഛനെയോ ബ്രദറിനെയോ ഹസ്ബൻഡിനെയോ പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യും, ഞാൻ പ്രതികരിക്കും. അപ്പൊ എല്ലാരും പോലെ അങ്ങനെ മിണ്ടാതിരിക്കുക എനിക്ക് അറിയില്ല, അത് എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ. അപ്പൊ ഞാൻ ചോദ്യം എന്ന് പറഞ്ഞാല് കുട്ടികൾ ജയചന്ദ്രൻ എന്ന് പറഞ്ഞാല് ഒരു 10-15 വയസ്സുള്ള കുട്ടിയല്ല. അദ്ദേഹം വളർന്ന് വലുതായി അദ്ദേഹത്തിന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് തിരിച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. അപ്പോ വൈഫ് അതിനിടയിൽ കയറി ആവശ്യമില്ല എന്നാണ് ക്വസ്റ്റ്യൻ. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്നത് കൊണ്ട് ഞാനൊരു പെണ്ണാണ്, പക്ഷെ ഈ സ്ത്രീകൾ ഭയങ്കര ഡേഞ്ചർ വെപ്പൺ എന്ന് പറയാം. മനസ്സിലായോ? 10 വർഷം ഒരാളുടെ കൂടെ കഴിയുക, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആണുങ്ങളെ വിശ്വസിക്കാം, പക്ഷെ പെണ്ണുങ്ങളെ കുറച്ച് സ്ത്രീകളെ, പ്രത്യേകിച്ച് കുറച്ച് സ്ത്രീകളെ, എനിക്ക് ഫ്രണ്ട്സ് ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു പ്രശ്നം വന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് തന്നെ അത്രയും കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്നിട്ടാണ് ഞാൻ അതിന്ന് കരകയറി പോകുന്നത്. അപ്പോൾ കുറച്ച് സ്ത്രീകൾ അവരാണ് എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച്. എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഞങ്ങൾക്ക് 2 പേർക്കും പണി തന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് എന്തെങ്കിലും ചേട്ടൻ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു, ഇവൻ്റെ പേരിൽ കേസെടുത്ത് എന്ന് പറയും. ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീത്വം എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ, ആ വേർഡ് പറയാൻ അർഹത എത്ര പേർക്കുണ്ടെന്ന് അവർ ലാംഗ്വേജ്, അവർ പറയുന്ന ലാംഗ്വേജ് ഇതിൽ തന്നെ നിങ്ങൾ പറയുന്നത് നോക്ക്. എന്ത് കാര്യമുണ്ട് മാന്യമായിട്ട് അവർക്ക് സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ ജയന്റെ നമ്പർ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അത് വിളിച്ച് സംസാരിക്കാം. ഇങ്ങനത്തെ വേർഡ് യൂസ് ചെയ്യുന്ന ഇവരുടെ അടുത്ത് ഏത് ഭാഷയിൽ മറുപടി പറയണം നിങ്ങൾ പറയും. അല്ല, അപ്പോഴും എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് ജയചന്ദ്രൻ പറയാതെ എന്തിനാണ് വൈഫ് അവിടെ പോയിട്ട്? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. ജയചന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ അവർക്കൊരു വോയിസ് ഇട്ടു, നിങ്ങൾ അപ്പൊ പറയുന്നത് എന്തായിരിക്കും? എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, എന്റെ മാനസിക നില ഇതാക്കി, പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു അല്ലേ പറഞ്ഞ കേസ്. പിന്നെയാണ് ഇതിൽ എന്താന്നുള്ളത് വരുള്ളൂ. ഇപ്പൊ രാഹുൽ ഈശ്വർ ജയിലിൽ കിടന്നില്ലേ, എന്തിനു വേണ്ടിയിട്ടാ? മനസ്സിലായോ? എനിക്കൊരു പ്രശ്നം വന്ന സമയത്ത് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നൊരു മനുഷ്യനാണ് ഈ രാഹുൽ ഈശ്വർ. ഞാനൊരു പെണ്ണാണ്, പക്ഷെ എനിക്ക് ഏറ്റവും പേടിയില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ, ഒറ്റ സ്ത്രീകളെടുത്ത് സംസാരിക്കാൻ നിൽക്കരുത് മാക്സിമം. കാരണം ഞാനാണ് കൂടെ ഉള്ളത്. അപ്പം എനിക്ക് അറിയാം മനുഷ്യൻ എന്താണെന്നുള്ളത്. ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ കൂടിയിട്ട് ഏകദേശം ഒരു 20 വർഷമായി. അപ്പം എനിക്ക് നന്നായിട്ട് അറിയാം. ഓരോ കാര്യത്തിനും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 101% എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്, എനിക്ക് ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം. വൈഫ് പ്രതികരിച്ചതിനെ പറ്റിയിട്ട് എന്താണ്? അല്ല, അതാ ഞാൻ പറയാം. ഞാൻ അതാണ് പറയാൻ വന്നത്. ഇപ്പം അവര് അങ്ങോട്ട് ആരോ ചോദിക്കുന്നുണ്ട്, വക്കീലാണോ? വൈഫിന് എനിക്ക് വേണ്ടി അതിനാണല്ലോ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത്. ഇവൾക്ക് നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകേണ്ടത് അപ്പോൾ അയൽവക്കത്തെ രാമൻ ചേട്ടനും ഒന്നും ആയിരിക്കില്ല, ഞാൻ തന്നെ നിൽക്കണം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം.
അപ്പോൾ എനിക്ക് വേണ്ടി പറയുമ്പോൾ അതൊക്കെ എന്ത് ചോദ്യമാണ്? ഇപ്പം ഞാൻ പറയാം, സ്ത്രീത്വത്തെ അപമാനിക്കാത്ത പക്വതയുള്ള സ്ത്രീകൾ ചെയ്യേണ്ടത് എന്താ? ഭർത്താവിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ട അല്ലേ? കുടുംബത്തെ സ്നേഹിക്കുക. അപ്പം അവൾ എനിക്ക് വേണ്ടി പറഞ്ഞു. ഞാൻ മുമ്പേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ അവിടെ അച്ഛൻ്റെ അനിയൻ്റെ മോളൊരു എൻ്റെ ചെറുപ്രായം വന്നപ്പോൾ എന്തോ ഒരുത്തനൊരു അപാസത്തരം പറഞ്ഞു. അപ്പോൾ അവിടുത്തെ വൈദ്യനും ഗുണ്ടയൊന്നുമല്ല കേട്ടോ, ഇപ്പോഴും വേണം ചോദിക്കാം. പുള്ളി ഇറങ്ങി ചെന്ന് കൊടുത്ത് അവനിട്ട്. അതിൻ്റെ പുറകെ അമ്മയും പോകുന്നതുകൊണ്ട് അമ്മ അവൻ്റെ കോളറിനെ പിടിച്ചു നിർത്തി രണ്ടെണ്ണം കൂടെ കൊടുത്തു പുള്ളി. അങ്ങനെ വേണം എന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. ഞാനൊരു ചെറിയ കാര്യം പറയാം. ഇന്ന് രാവിലെ റിപ്പോർട്ടറിന്റെ ഒരു ന്യൂസ്, റിപ്പോർട്ടർ ന്യൂസിൽ വന്നിരിക്കുന്നത്, ഒരു ലേഡി കാറ് വിളിച്ച് മണിക്കൂറുകളോളം ഓടി അയാളെ കൊണ്ട് ഭക്ഷണം വാങ്ങിപ്പിച്ചു, കാശ് ചോദിച്ചപ്പം പീഡനം എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് അപമാനമാണ് ഇന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അല്ലേ? അപ്പൊ ചാടി കയറി ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? ഇതില് ഈ അപവാദം എന്നുള്ള വാക്ക് ഞാൻ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് എനിക്ക് സഹതാപം തോന്നുകയാണ്. കാര്യം ഈ ആ വാക്കിന്റെ പല പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ചു എന്നാണ്. അത് മനസ്സിലായില്ല, സ്വാഭാവികം, അത്രയേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ കാലിക്കറ്റില് ഒരു സ്ത്രീ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ചെറിയ വാവ ഉണ്ടായിരുന്നു, അതിനെ വാട്ടർ ടാങ്കിൽ മുക്കി കൊന്നു. പിന്നെ വേറൊരു കുട്ടീനെ ഭിത്തിക്ക് അടിച്ച് കൊന്നു. നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതിനൊന്നും എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല? ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ കോഴിക്കോട് ജയിലിൽ കൊണ്ടുവന്ന സമയത്ത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ, എനിക്ക് അവരൊന്ന് കാണാൻ പറ്റും. കാരണം എനിക്ക് അത്ര ഫീൽ ചെയ്തു, എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാണാൻ പറ്റിച്ചപ്പോൾ ചോദിച്ചു എന്തിനാ ഇവരൊക്കെ കാണുന്നത്? കാരണം കണ്ടാൽ അവളെ കാരണം നോക്കി പൊട്ടിക്കാൻ തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇവർ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിനൊന്നും പ്രതികരിക്കുക. കാരണം വെച്ചാൽ നാളെ അവർക്ക് ചിലപ്പോൾ ഇതുപോലെ ചെയ്ത് പോകേണ്ടി വരികയായിരിക്കും. അതുകൊണ്ടാണോ എന്നറിയില്ല. ഈ മനുഷ്യൻ്റെ മെക്കിട്ട് കയറേണ്ട, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇവർക്ക് ഈ പറയുന്ന പോലെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് തെറി വിളിച്ച്, ഞാൻ പറയട്ടെ, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റീസിന് ആവശ്യമുണ്ട്, ന്യൂസിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് കണ്ടിട്ട്. ഈ വീട്ടിൽ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ഒരാൾക്ക് ജസ്റ്റ് ഇത് കാണാം എന്നുള്ളതല്ലാതെ അവർക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഹസ്ബൻഡിൻ്റെ അടുത്ത് പ്രശ്നമുണ്ട്, മക്കളുടെ അടുത്ത് പ്രശ്നമുണ്ട്, അത് നാട്ടുകാരെ തെറി വിളിച്ച് തീർക്കണോ? ഇത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം അറിയുന്നൊരു കാര്യം. അതിൽ കയറി അഭിപ്രായം പറയാൻ എനിക്ക് എന്ത് അർഹത ഉണ്ട്? എനിക്ക് എന്താ അറിയാം നിങ്ങളെ പറ്റിയിട്ട്? അല്ലേ? അവിടെ കയറിയിട്ട് ഇങ്ങനെ തെറി വിളിക്കേണ്ട കാര്യമുണ്ടോ? മാന്യമായ ലാംഗ്വേജ് യൂസ് ചെയ്യുക, അത് മാത്രമേ. അദ്ദേഹം ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളുടെ മാത്രം ഒരു സ്വത്തല്ല, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാം, പക്ഷെ തെറി പറയണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തെറി പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതാണ് 1947 കിട്ടിയത്. പക്ഷെ അത് ഈ എപ്പോൾ യൂസ് ചെയ്യണം, എപ്പോൾ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു സാമാന്യ ബോധം വേണം. എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ നാട്ടിൻപുറത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്തൊരു തെറി എന്തായാലും ഉറപ്പുണ്ട്. അത് സ്നേഹത്തോടെ ആണെങ്കിലും അല്ല. ഞങ്ങളുടെ ഒരു രീതി അതാണ്. എനിക്ക് തെറിയൊന്നും അറിയാത്ത ആളൊന്നുമല്ല ഞാൻ. കൂട്ടുകാരന്മാർ തന്നെ പറയുന്ന കാര്യം, അപ്പം തെറി പറഞ്ഞ് കണ്ണ് പൊട്ടിക്കുന്നവനാന്നാണ് പറയുന്നത്. ഇതൊന്നും നമുക്ക് പ്രയോഗിക്കാൻ അറിയാൻ മേലായിട്ടല്ല. നമ്മളൊരു ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പം നമ്മൾ മുറിയിൽ കൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ അത് അടിവസ്ത്രമൊക്കെ ഇട്ടു, ചിലപ്പോൾ അല്ല ഊരി ഒക്കെ നടന്നിരിക്കും, പാട്ടൊക്കെ പാടി ഇതുപോലെ KSRTC ബസ്സൊക്കെ കയറി പോകാം. നമ്മൾ വോൾവോ ബുക്ക് ചെയ്തിട്ട്, ലോ ഫ്ലോറൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞാൻ ഷഡ്ഡി ഇട്ടിട്ട് അതിലിരുന്ന് പോവോ? ഇല്ലല്ലോ. അപ്പം ആ ഒരു കൾച്ചർ ഉപയോഗിക്കണം. എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ല, ഞാൻ ഇവ ഈ തെറി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആണുങ്ങൾ എത്രയോ ബെറ്റർ ആണ് കേട്ടോ. അവരിങ്ങനത്തെ ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല. ഇവരെ എന്ത് വിചാരിച്ചിട്ടാണ് ഇവരിങ്ങനെ തെറി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞു, എനിക്ക് അങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ അടുത്തുള്ള എനിക്ക് അങ്ങനെ റിലേഷൻ ഉണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ അടുത്ത് എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ചേട്ടൻ പറയുന്നത് പോയിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം അത്രയും ഫ്രീഡം എനിക്ക് തരുന്നുണ്ട് രണ്ടുപേരും. അപ്പൊ എനിക്ക് പ്രായത്തിൽ നടന്നതാണ് കല്യാണം. കാര്യം നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു വെച്ചിരിക്കുക തലമുറയായിട്ട്. ഇപ്പൊ ഉദാഹരണം, ഉച്ചയ്ക്ക് ചോറുണ്ണണം. ഇത് തലമുറയായിട്ട് നമ്മൾ ചോറുണ്ണുന്നതുകൊണ്ട് തോന്നുക. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇപ്പോഴാണ് ഡയറ്റായി ഉച്ചയ്ക്ക് 1.5 ചപ്പാത്തി, ഒരു മീൻ കടിക്കാം എന്നൊക്കെയാണ്. ഈ ചോറ് വയറ് നിറച്ച് തിന്നേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തലമുറയായിട്ട് തിന്നു വരുന്നതുകൊണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ് കല്യാണം.
അതുകൊണ്ട് എനിക്ക് ഇവിടെ പ്രശ്നമോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റേ ബന്ധം ഉണ്ടായിട്ട് ഇതുണ്ടായിട്ട് ഞാൻ ആകെ പിരിമുറുക്കോ എനിക്ക് വേറെ ബന്ധമായിട്ട് പിരിമുറുക്കോ ഇതൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. രണ്ട് പേരുടെ സ്വാതന്ത്ര്യം കാര്യം. ഇവള് ഒരിടത്തോട്ട് പോകണമെങ്കിൽ ഞാനൊരു എന്നോട് ചോദിക്കേണ്ട അല്ലെങ്കിൽ എന്നോട് പറയണമെന്ന് അവൾക്ക് തോന്നുന്ന ഒരു തടസ്സം അവളിലുണ്ടാവും ഇല്ലേ? അതൊന്നും വേണ്ടെന്നാ ഞാൻ പറയുന്നത്. സ്വന്തമായിട്ട് അങ്ങ് ജീവിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി പോവാം, ഇഷ്ടമുള്ളപ്പം വരാം, അതല്ലേ ലൈഫ്. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ക്യാൻസർ പോലത്തെ ഒരു മഹാവ്യാധി, ഈ വ്യാധി ഒരാൾക്ക് വരണം, എത്ര ശത്രു എന്ന് പറഞ്ഞാലും അയാൾക്കത് വരണം എന്ന് പ്രാകുന്ന ഒരു പ്രവണത അതെന്താണ്? അതിൻ്റെ ഒരു ചേതോ വികാരം എന്താണ്? ആ വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ അയാൾ എന്താണെന്ന് അറിയാതെ, അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, അയാളുടെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ അവരെ വീണ്ടും മാനസികമായിട്ട് കുത്തി വേദനിപ്പിച്ച് ചിലപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയായിരിക്കും. അതിലേക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ വീണ്ടും വേദനിപ്പിച്ച് അപ്പം ഉണ്ടാകുന്ന ഒരു മാനസിക വ്യത ഉണ്ട്. നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്താ പറയുക, ഉറക്കത്തിൽ അടി കിട്ടിയ പോലെ നമ്മൾ ഇരിക്കുമ്പോൾ വീണ്ടും അവരെ വേദനിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന്ന് കിട്ടുന്ന ഒരു വൈബുണ്ട്. എല്ലാത്തിനും നല്ലതും ചീത്തതും ഉണ്ട്. മനസ്സിലായി? നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത സമയത്ത് പ്രതികരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ദൈവം എന്ന് പറയാം, പ്രകൃതി എന്ന് പറയാം. അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ആ ഒരു സാധനമുണ്ട്. അതിപ്പോൾ ക്യാൻസർ ആയിട്ട് വേണമെന്നില്ല, ഉറപ്പായിട്ടും അതിൻ്റെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങളെ ദ്രോഹിച്ച, നമ്മുടെ ലൈഫിൽ ഞങ്ങളെ ദ്രോഹിച്ച പല ആൾക്കാർക്കും ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ PCOD വന്നിട്ട് ബ്ലീഡിങ് ഒക്കെ ആയിട്ട് ഞാൻ ആ നട്ടപ്പൊരിഞ്ഞ വെയിലത്തൊക്കെ നടന്നു പോയി കുറേ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. താങ്ങാൻ ആളില്ലാത്ത സമയത്ത് ഒറ്റപ്പെട്ട് അങ്ങനെ സമയത്ത് നമുക്കൊരു ശക്തി വരും. അത് എന്ത് PCOD ഉണ്ടെങ്കിലും എന്ത് ബ്ലീഡിങ് ഉണ്ടെങ്കിലും ഞാൻ മൊത്തം തീർന്നു പോയെന്ന് ഞാൻ വിചാരിച്ച സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ നിന്ന സമയത്ത് ഞാനിങ്ങനെ ഉരുകി, ഈശ്വര ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആത്മഹത്യ ചെയ്യണോ, അയാളെ എനിക്കിനി ജീവനോടെ കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ച സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഞാനിങ്ങനെ എത്രത്തോളം വേദനിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഉപദ്രവിച്ച ഓരോരോ ആൾക്കാർക്ക് നമുക്ക് പറ്റാത്തതിൻ്റെ മാക്സിമം ദൈവം എന്ന് പറയുന്ന ആ ഒരു പവർ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പം എൻ്റെ പല ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഷെറി ഏത് അമ്പലത്തിലാണ് പോകാറുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഷെറിന്ന് വിളിക്കും. അപ്പം അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് ഇതേണക്കുള്ള പ്രശ്നങ്ങൾ വരണമെന്ന്? അങ്ങനെയല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പം പറയാം, ദൈവമേ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്തിനാ ഞാൻ എന്തിനാ ഇവരിങ്ങനെ ദ്രോഹിക്കുന്നത്, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഇതൊന്നും രക്ഷപ്പെട്ടാൽ മതി എന്ന് ഞാൻ പറയാം. അപ്പം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് കാണുന്ന ആളാണ് മുകളിലിരിക്കുന്ന ദൈവം പ്രകൃതി എന്തും നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടല്ലോ, ആ ആൾക്ക് അറിയാം എന്ത് കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ആ ആളെ വേദനിപ്പിച്ച് അയാളുടെ മനസ്സിൻ്റെ വേദന വാങ്ങി വെച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് തിരിച്ചടി കിട്ടും. അത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എന്നാലും ക്യാൻസർ എന്ന് പറയുന്നത് പറയാൻ തന്നെ എനിക്ക് പേടിയാണ് ഈ ഒരു രോഗത്തിനെ പറ്റിയിട്ട്. അപ്പം അത് വന്ന് മരിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ, കാരണം പ്രാക്ക് വാങ്ങി ചിലപ്പോൾ വണ്ടീൻ്റെ അടിയിൽ കയറിയിട്ട് ചതഞ്ഞറിഞ്ഞ് ചാവുമായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും. ഇപ്പോൾ ക്യാൻസർ ഞാൻ ഇങ്ങനെ മാരകമായിട്ടുള്ള, കാരണം അത്രയും ഒരാളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്നുള്ള 100% ഉറപ്പാണ്. ഞാൻ അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണ്, നിങ്ങൾ എന്തിനാ വെറുതെ പ്രാക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ദുരന്തം നിങ്ങൾ വരുത്തി വെക്കുന്നത് എന്തിനാ? അത് പെട്ടെന്ന് എൻ്റെ വാല് വന്ന ക്യാൻസർ എന്നല്ല, കാരണം അതിനപ്പുറത്തേക്ക് ഇല്ലല്ലോ, മനസ്സിലായി? അപ്പം ഞാൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു. സംഭവം ഇവര് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യം ചില കാര്യങ്ങൾ ചിന്തിക്കുക, കുറേ അനുഭവങ്ങളിൽ ഇതിപ്പം വേറെ ഇതിന് സാക്ഷ്യം പറയലോ കാര്യങ്ങൾ സത്യമായിട്ടുള്ളതാണ്. അത് നിങ്ങളാണേലും ഞാനാണേലും ഇവളാണേലും നമ്മളെ കൊണ്ടൊരു പ്രവൃത്തി ഒരു ശക്തി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഒരു ദുഷ്പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ ശിക്ഷയും വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അനുഭവിച്ചിട്ടുള്ളതായ ഞാൻ. അപ്പം പ്രധാനമായിട്ടും മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരുത്തനും രക്ഷപ്പെടുക, അതിന് യാതൊരു സംശയവും. അല്ല, നമ്മൾ അവരെ ദ്രോഹിക്കാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാ, ഓക്കെ, കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ക്യാൻസർ ഫേസ്ബുക്കിൽ ഇരുന്ന് ഈ അനാവശ്യം പറയും, ഇത് പറയുന്നത് വളരെ തുച്ഛമായ കുറെ പേര്, അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ആ ഒരു പോസ്റ്റ് ഇടുന്നതും പറയുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു വൾഗറായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് ഒരു മനുഷ്യന് ക്യാൻസർ പോലത്തെ ഒരു മഹാവ്യാധി, ഞാൻ പനി പിടിച്ച് ചത്തുപൊട്ടറാന്ന് പറഞ്ഞാലും ഓക്കെ, പനി പിടിച്ച് വരും. പക്ഷെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ സ്റ്റേജുകളും നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അതെന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്. ഓക്കെ, പക്ഷെ ഇങ്ങനെ തെറി പറയുന്നവരെന്താ പറയണ്ടേ? എന്ത് കാര്യത്തിന്? അവർ ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ.
അവർ വേറെ ഈ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, CM-നെ തെറി പറയുന്നു, കണ്ടിട്ടുണ്ടോ? അവരെന്താന്നുള്ളത് അറിയോ? അപ്പൊ അങ്ങനെ തെറി പറയുന്ന ആൾക്കാർക്ക് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. അത് ക്യാൻസറിന് പോലും അത് വരണമെങ്കിൽ ഒരു ഇത് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിലും വൃത്തികെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞത്. ഞാൻ പറയാം, നമ്മളെ ഇപ്പൊ നാട്ടില് ഒരു സംഭവം ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞില്ലേ CM-നെ തെറി പറയുന്ന നാടാണെന്നേ, പിന്നെയാണോ കുട്ടികൾ? അതെ, അതാ ഞാൻ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ CM-ന് ഇത് പറയാനുള്ള നേരമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛന്റെ പ്രായമുള്ള അല്ലെങ്കിൽ അച്ഛന്റെ പ്രായമുള്ള മനുഷ്യരെ അവരെ എങ്ങനെയാണോ എന്താണോ നമുക്ക് അറിയില്ല, അവരെന്താണെന്നില്ല. ഏത് മനുഷ്യനാണെങ്കിൽ പോലും അങ്ങനെ പ്രായമുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ, അവരെ അത് സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് 1000 രൂപ തന്നിട്ട് നിങ്ങളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. അതേപോലെ നമ്മൾ തെറി പറഞ്ഞു പ്രാഗി ഇതാക്കിയിട്ട് അവർ സ്വീകരിച്ചിട്ട് നമ്മുടെ തലയിൽ തന്നെ അത് വരുന്നത്, അത് മനസ്സിലാക്കുന്നില്ല. ദൈവമില്ല മറ്റേന്നൊക്കെ പറയായിരിക്കും. ഞാൻ നന്ദനത്തിൽ പറഞ്ഞ പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയല്ല, അങ്ങനെ ഉണ്ട്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു വരുത്തണ്ടെന്ന് ഞാൻ പറഞ്ഞു. വേറൊരു സാധനമുണ്ട്. ഇപ്പൊ ഞാനിത് പറയാം, ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പബ്ലിക്കായിട്ട് ഒരുത്തൻ, ഇപ്പൊ നമ്മളൊക്കെ ചെയ്തു പബ്ലിക്കായിട്ട്, ഇപ്പം ഞാനൊരുത്തൻ്റെ തെറി വിളിച്ചു, കവലൊക്കെ വെച്ചു, ആടാ മറ്റവനെ ആടാ എന്നാ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു. അവനങ്ങ് പോയി. ഞാൻ വീട്ടിൽ ചെന്നു, വൈകുന്നേരം വീട്ടിൽ വന്നു. 1 മിനിറ്റ് ജയന്തിലേക്ക് വന്നതെന്ന് പറഞ്ഞ് പെരക്കകത്ത് കയറ്റി എനിക്ക് 2 തന്നു. അവനങ്ങ് ഇറങ്ങിപ്പോയി. ഇത് വെച്ചോട്ടെ ഇറങ്ങിപ്പോയി. ഞാൻ അന്തസ്സുള്ളവനാണെങ്കിൽ അയ്യോ എന്നെ വല്ലടിച്ചവനിട്ടേ എന്നും പറഞ്ഞ് ഇറങ്ങി ചെല്ലുവോ? ഇല്ല, കിട്ടിയതും വെച്ച് മിണ്ടായിരിക്കത്തേ ഉള്ളൂ. ഇതിപ്പം പബ്ലിക്കായിട്ട് ഇവർ പറഞ്ഞപ്പോഴത്തേക്കിന് ഇവരുടെ ഒരു വൈകാര്യതയിൽ ഇവർ പറഞ്ഞ പേഴ്സണൽ സ്വന്തം മെസ്സഞ്ചറിലാണ്. അത് അവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അവർക്കതിനെ അങ്ങനെ പ്രതികരിക്കാം. അങ്ങനെ ഒരു വശമുണ്ട്. ഇതല്ലാതെ അപ്പൊ ഇങ്ങനെ എല്ലാരെയും കേൾപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പെണ്ണാ, എനിക്കും സ്വകാര്യതയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇവരത് പബ്ലിക്കായിട്ട് ഇത്രയും ന്യൂസിലൊക്കെ വന്നു. അപ്പം ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ഞാൻ ഇവരുടെ ആരുടെയും വീട്ടിൽ പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇവർക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടില്ല. എൻ്റെ ഒരൊറ്റ വോയിസ് ഇത്രയും എന്നെ നാണം കെടുത്തി. എനിക്കത് നാണക്കേടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അനാവശ്യമായിട്ട്, കാരണം എൻ്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ച് തെറി പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പം അതുകൊണ്ട് ഇത്രയും വൈറലാക്കി. എല്ലാവരും പറഞ്ഞു നീ വൈറലായാലും എനിക്ക്, പക്ഷെ എനിക്ക് സന്തോഷം തോന്നി എല്ലാ മീഡിയാസിൻ്റെ അടുത്ത്. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചു മനോരമയിലും അല്ലെങ്കിൽ മാതൃഭൂമിയിലും ഒക്കെ ചരമകോളത്തിൽ എന്തെങ്കിലും വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചരമകോളത്തിൽ മരിച്ചു എന്ന് പറഞ്ഞേ വരൂ. ഞാൻ അതെടുത്തിട്ട് ഞാൻ ഓൾ മീഡിയാസിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ബസന്തി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിലിട്ട്. പോസ്റ്റ് തന്നെയാണോ? അതെ, ഞാൻ അങ്ങനെ ഇട്ട് എല്ലാ മീഡിയാസിനും നന്ദി. കാരണം ഞാൻ വിചാരിച്ചു സെയിം സംഭവം തന്നെ, ഞാൻ ചർമ്മകോളത്തിൽ വരുന്ന വിചാരിച്ചതാണ്. നല്ല ഫോട്ടോ ഒക്കെ ഇട്ടിട്ട്, നമ്മൾ കാശ് കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ ആഡ് ചെയ്യുക, നമ്മൾ നല്ല ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അവർ ചെയ്തു. ഭയങ്കര സന്തോഷമായി. അപ്പം ഞാനിട്ട് ആദ്യമായിട്ടാണ് 50K ഒക്കെ. അത് റോഡിന്റെ സൈഡിൽ നിന്നിട്ട് ഒരു വീഡിയോ ഉണ്ട്, വണ്ടികളൊക്കെ ചീർപ്പാഞ്ഞ് പോകുന്ന റോഡിന്റെ സൈഡിൽ നിന്നിട്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്, അതായത് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ. അതായത് അദ്ദേഹം ജയിലിലാണെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും തറയിൽ കിടക്കും, അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കും എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത കുട്ടികൾ ചെയ്ത ചിത്രം ഇന്ന് ഒരു 2 ദിവസം മുന്നേ മഞ്ജു വാര്യറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നു. അപ്പം ഇത് ആണോ കാരണം ഇത്രയും ഹെയ്റ്റ് കമൻറ്റ് വരാനും ആൾക്കാർക്ക് മനസ്സിലായെങ്കിലും മനസ്സിലായില്ല എന്ന് കാണിക്കാനും? അങ്ങനെ ഒരു കുറച്ച് പേരുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ബഹുജനം പലവിധം. അങ്ങനെയാണ്. പണ്ട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ, ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നീ ചിന്തിക്കേണ്ട കാര്യം ബഹുജനം പലവിധമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദിലീപേട്ടനായിട്ട് കമ്പനിയാണെന്ന് വെച്ചാൽ മഞ്ജു ചേച്ചിയായിട്ട് ശത്രു ആവുന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വെറും തെറ്റിദ്ധാരണ മാത്രം, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല കേട്ടോ. അവർ രണ്ടാളും നല്ല, മഞ്ജു ചേച്ചിക്ക് ഭയങ്കര കാര്യമാണ്, ദിലീപേട്ടനും അങ്ങനത്തെ വിഷയങ്ങളില്ല ഇവിടെ. അങ്ങനെ വെളിയിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണ ആക്കി എടുക്കാനൊന്നും ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അരുതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഞാൻ എൻ്റെ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്ന. അപ്പോൾ ദിലീപിനോടും എനിക്കുള്ള ബഹുമാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റാതെ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ എനിക്ക് വലിയ ബഹുമാനമാണ്. മനസ്സിലായില്ലേ? അത് ബഹുമാനിച്ചേ പറ്റൂ. അത് എൻ്റെ മനോഭാവമാണ്. അപ്പം ദിലീപ് എന്ന് പറയുന്നത് എന്നെ ഒപ്പം മിമിക്രിയും കളിച്ചിട്ട് എറണാകുളത്തുണ്ടായിരുന്ന ആളാണ്. അതെ, മനസ്സിലായില്ലേ? അന്നും ഈ പറയുമ്പോൾ അന്ന് എൻ്റെയൊക്കെ പ്രതിഫലം 75 രൂപയൊക്കെയാണ്. അന്ന് 100 രൂപ മേടിക്കുന്ന ആളാണ് ദിലീപ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 2020 പോലത്തെ ഒരു വലിയൊരു സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധൈര്യം ദിലീപായിരുന്നു. അത് വേറെ ആരും ഒന്നും ചെയ്തിട്ടുമില്ല, ഇനി അത് ഉണ്ടാവാൻ പോകുന്നതുമില്ല. നീ അതിന്റെയൊക്കെ പേര് അതൊന്നും കണ്ടില്ല എന്നൊന്നും അടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അതിനൊന്നും പേടി എനിക്കില്ല. കാര്യം ഞാൻ ഇത് പറയാൻ കാരണം, ഞാൻ ട്രൂപ്പിൽ അന്ന് എൻ്റെ കുറെ കൂട്ടുകാരന്മാരുണ്ട്. ഇവർ പറയുമ്പം എടാ, അപ്പൊ എന്നാ വെച്ചാൽ ഞാൻ കോമ്പയറിങ്ങാ കൂടുതൽ സ്റ്റേജിൽ അനൗൺസ്മെന്റ്, പിന്നെ കുറച്ച്
നടന്മാരുടെ സംഭവം. അപ്പോൾ ഇവന്മാർ കടാ വേർത്തണ്ടാ ഈ പിന്നെ മറ്റേ ഏതാ ട്രൂപ്പ് പറഞ്ഞു അതിൽ ദിലീപ് എന്നടാ പേര് ആലുവയിലുള്ള അവൻ ഇതുപോലെ തന്നെടാ ഇന്നസെന്റിന്റെ എടുക്കും പിന്നെ പരിപാടി അവതരിപ്പിക്കുന്ന അവനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ട് അങ്ങനെ വന്ന ഒരാള് അത്രയും മേളിൽ പോയിക്കൊണ്ടു. ഇവൻ മുടിഞ്ഞു പോട്ടെ എന്നൊന്നും പറയാൻ്റെ മാനസികാവസ്ഥ അല്ല, അതെൻ്റെ നാടിൻ്റെ പ്രത്യേകതയായിരിക്കും. ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ഇവിടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഈ സല്ലാപം പിന്നെ സമ്മറിൽ ബദ്ദലഹേം അല്ലേ മഞ്ജു വാര്യരുടെ ഗീറ്റ്, ആ സമയത്ത് സിനിമ വരാൻ പറ്റാതെ പോയി എനിക്ക്. അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ കൂടെയും അഭിനയിച്ചേനെ. എൻ്റെ ആഗ്രഹങ്ങളത്. എനിക്ക് കോമൺ ആണ് എല്ലാവരും. മമ്മൂട്ടി, മോഹൻലാൽ. ഞാൻ സിനിമ കാണാൻ പോയത് നമ്പർ 20 പിന്നെ മദ്രാസ് മെയിൽ. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലും ഉണ്ട്. ആ പടം കാണാൻ ഓടിപ്പോയിട്ട് എൻ്റെ കയ്യിൽ അന്നോണ്ടിരുന്നൊരു ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് ടിക്കറ്റ് വേണ്ടി വാച്ച് ഒരുത്തന് ഊരിക്കൊണ്ട് പോയി. ഞങ്ങൾ അങ്ങനെ പോയി കണ്ടത്. ഞങ്ങൾ കുറേ അന്നത്തെ ആൾക്കാർ വന്ന് ഒരു മിനിറ്റ്, മമ്മൂട്ടി എത്ര കെട്ടിയിട്ടുണ്ടെന്ന് ആലോചിക്കാം, മോഹൻലാൽ ഇന്ന് കെട്ടും, അല്ല ഇന്ന് അയാൾ കുളിച്ചോ എന്നൊന്നും നോക്കിയിട്ടൊന്നുമല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് സിനിമയാണെന്ന്. ആ മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒന്നിച്ച് വന്നപ്പം പിന്നെ നമുക്ക് കൊയ്ത്ത അങ്ങനെ പോയാൽ അങ്ങനെയുള്ള മനോഭാവക്കാരനാണ്. എനിക്കതല്ലാതെ വേറെ ഒന്നും. ഇപ്പം ഞാനൊരു ഹോട്ടലിൽ കയറി കഴിക്കുന്നു, അവിടുത്തെ ആഹാരം നല്ലതാണെങ്കിൽ കഴിക്കും. അല്ലാതെ ചേട്ടാ ഒരു മിനിറ്റ്, ചേട്ടന് പിന്നെ കല്യാണം കഴിച്ചാണോ ഡിവോഴ്സാണോ ചോദിക്കും നിങ്ങൾ? ഈ പറയുന്ന ആരും ചോദിക്കുകയല്ലോ. അവിടെ അയാൾ എന്തേലും ആയിക്കോട്ടെ, അവിടെ നിന്ന് കിട്ടുന്ന ഫുഡ് അത് കഴിക്കുക, അത് കൊള്ളുക. അല്ലെങ്കിൽ ചേട്ടോ എന്നാ സാമ്പാറാ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയും ചെയ്യും. എടുത്തുകൊണ്ട് പിന്നെ ദോശയും ചമ്മന്തിയും കൊണ്ട് വെക്കുന്ന ചോറ് വിളമ്പുന്നവൻ്റെ ചരിത്രം, അവൻ്റെ ജാതകം, ചേട്ടൻ്റെ നക്ഷത്രം ഏതാണെന്നൊന്നും ചോദിച്ചിട്ടല്ല. ഇതുപോലെയുള്ളൂ സിനിമയിൽ. ഓക്കെ, ഞാനും അങ്ങനെ. ഇന്നും ഞാൻ പ്രേക്ഷകനാണ്, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ചെയ്യാനൊക്കെ ഒരുപാടുണ്ട്. അതിന് ദൈവം അവസരം തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഇതുവരെ ഒരു കഴിവും പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കുട്ടികൾ ജയചന്ദ്രൻ എന്ന വ്യക്തിയുടെ പോസ്റ്റ് ഈ രണ്ടുപേരെയും, അതായത് രണ്ട് പക്ഷക്കാരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ദിലീപ് പക്ഷത്തിനെയും മഞ്ജു വാര്യർ പക്ഷത്തിനെയും സുഖിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇതെന്ന് തോന്നുന്നു. എന്നോടാണ് നീ പറഞ്ഞു കൊടുക്കുക. അതായത് സംഭവം മനസ്സിലായി. മഞ്ജു വാര്യരെയും ദിലീപിനെയും സൂചിപ്പിച്ച് അതിനിടയിൽ കൂടെ സൂപ്പർ സ്റ്റാർ ആകാനാണോ എന്ന് ഞാൻ ചോദിക്കട്ടെ. രണ്ടുപേരെ സുഖിപ്പിച്ച് അതുകൊണ്ട് എന്ത് ലാഭം? നിലനിൽപ്പ് എന്ത് നിലനിൽപ്പ്? എവിടെ നിലനിൽപ്പ്? മലയാള ഇൻഡസ്ട്രിയിൽ നിൽക്കാനാണെങ്കിലോ. അപ്പൊ ഇത്രയും കാലം ദിലീപേട്ടനെ സുഖിപ്പിച്ചുകൊണ്ട് എന്നിട്ടോ അങ്ങനെയാണെങ്കിൽ ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, എന്നിട്ട് സൂപ്പർ സ്റ്റാർ ആയോ? ക്വസ്റ്റ്യൻ ആയോ? ഇല്ലല്ലോ. പിന്നെ ദിലീപേട്ടനും മഞ്ജു വാര്യരും ഭയങ്കര ശത്രുക്കളാണ്. ഒരാളെ ഫ്രണ്ടിനോട് മറ്റാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കണ്ടെത്തുന്നതല്ലേ. അവർക്ക് അവരുടെ രണ്ടുപേരുടെ ലൈഫായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവർക്ക് ഇടക്കിടക്ക് അവരെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് അവരെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ തെരുവിൽ ഈ പട്ടികൾ ഉണ്ടാവില്ല വഴി കൂടെ പോകുന്നത്, അതിങ്ങനെ എന്തെങ്കിലും കുറച്ച് വെച്ചാൽ നമ്മൾ അവരൊക്കെ കല്ലെറിഞ്ഞിട്ട് പോവുക. അവരത് ചെയ്യുന്നില്ല. ഈ ദിലീപേട്ടനും മഞ്ജു വാര്യരും ഭയങ്കര ശത്രുക്കളാണ്, കണ്ടാ വെട്ടിക്കൊല്ലാൻ നിൽക്കുക എന്നൊക്കെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ പറയുന്നതല്ലേ. കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ ഒന്നിച്ച് സിനിമയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ രോഗം അങ്ങ് തീർന്നോളൂ. മനസ്സിലായില്ല, അത് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇവര് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് ഇത്. മറ്റേ സിദ്ദീഖിന്റെ ഒരു പടത്തിലുണ്ട്, പുള്ളി ഇന്റർവ്യൂവിന് പോകുമ്പോൾ മറ്റേ നിസാർക്കായുടെ ഒരു പടമാണെന്ന് തോന്നുന്നു, പഴയ പടം. ഈ ഓട്ടോറിക്ഷ പുള്ളി പോകുമ്പോഴത്തേന് വഴി കെട്ടിയവനും കെട്ടിയോളും കടന്ന് ഭയങ്കര തടി കെട്ടിയോളം അടിക്കുന്നു, വെള്ളം അടിച്ചു. അപ്പൊ സിദ്ദീഖിനെ ഒന്ന് സഹായിച്ചേക്കാന്ന് പറഞ്ഞിട്ട് നീ ഒരു മിനിറ്റ് കേട്ടോ ഞാനിപ്പോൾ വരാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പോയി ഇടയ്ക്ക് കയറി ആകെ പ്രശ്നം ഉണ്ടാക്കി. ഇയാളെ പിടിച്ച് പെണ്ണുങ്ങളെ തല്ലുന്നോടാന്ന് പറഞ്ഞു കൊടുത്തു. കെട്ടിയുള്ളൊരു കാലം എടുത്ത് എൻ്റെ കെട്ടിയവനെ തല്ലുന്നോടാന്ന് ചോദിച്ച് സിദ്ദീഖിനെ അടിക്കും. ഇതാണ് അനുഭവം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വഴക്കുണ്ടാകുമ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ വിഡ്ഢിയാണേലേ കയറി വരുള്ളൂ. ഞങ്ങൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിന് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊന്നിച്ച് അവനിട്ട് കൊടുക്കാമെന്ന് പറയും. അവസാനമായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പം ഞാൻ ഒരാളും ശത്രുക്കൾ പോലും പറയില്ല ക്യാൻസർ വന്നാൽ എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ ആണ്. അപ്പം ആ സമയത്ത് എൻ്റെ ഒരു ഫീലിങ്സിൽ ഞാനത് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഒറ്റ വ്യക്തിയുടെ അടുത്താണ്. എന്നെ പറഞ്ഞ തെറി നിങ്ങൾ കേട്ടില്ലായിരുന്നു. ഇതുപോലെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ പറഞ്ഞ് വെറുതെ പ്രാക്ക്. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങളെ വേദനിപ്പിച്ച് പ്രാക്ക് വാങ്ങി വെറുതെ ഇങ്ങനെ അസുഖം പെട്ടെന്ന് എൻ്റെ വായിൽ അതാ വന്നത്. അങ്ങനെ വന്ന് വാങ്ങി വെക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതൊരൊറ്റ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം മൊത്തമാക്കി. അതാണ് നമ്മളെ പിടിച്ചിട്ട് ഇങ്ങനെ എരുതിയിലിടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇന്നലെ മൊത്തം എൻ്റെ ആ ഒരു സംഭവം ആയിരുന്നു. അതിന് അവർ കിട്ടാനുള്ള അവർ വാങ്ങിക്കോട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ ഒരു അടുത്ത സുഹൃത്താണ് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പുരുഷ കമ്മീഷന് വേണ്ടി വാദിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പുരുഷ കമ്മീഷൻ ഇവിടെ വേണം എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ജയിലിൽ കിടക്കും.
ഉറപ്പുള്ള കാര്യമാണ്. കാരണം മുന്നോട്ടേക്ക് അങ്ങനെയാണ് ലൈഫ് എല്ലാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആണുങ്ങളെന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവരും കിടക്കും, Okay. കിടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കൂടെ ഒരു ഗേൾ ഫ്രണ്ട്, നിങ്ങൾ ഒന്നിച്ച് റിലേഷനിലാണ്, എല്ലാ രീതിയിലും അങ്ങനത്തെ റിലേഷനിൽ പോയിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടാന്ന് തോന്നി, ഉടനെ എന്താ ചെയ്യുക? വേറെ ഒന്നും ചെയ്യാനില്ലേ, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കുടുങ്ങി, ലോക്കായി. പിന്നെ അവർ പറഞ്ഞ് എന്തിനും നിങ്ങൾ നിൽക്കും. അതാണ് അവസ്ഥ. പിന്നെയാണ് നിങ്ങൾ ചെയ്തോ ഇല്ലേ എന്നുള്ള ജയിലിൽ കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ ഫാമിലിയിൽ നിന്ന് അറിയില്ലേ? 2 വർഷം അല്ലെങ്കിൽ 2 മാസം ജയിലിൽ കിടന്നു കഴിഞ്ഞിട്ട് അയ്യോ ആ പെണ്ണ് കള്ളക്കേസ് കൊടുത്തതാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എത്രയോ ആൾക്കാർ അങ്ങനെ അകത്ത് കിടന്നിട്ടില്ലേ? അപ്പം വേണ്ടേ മെൻസ് കമ്മീഷൻ? ഞാൻ ചോദിക്കുന്നത് അതാ. എല്ലാ സ്ത്രീകളും ഞാൻ പറയില്ലേ, ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും നീതി കിട്ടാതെ ആയി പോകുന്നതും ഇങ്ങനെ പ്രശ്നങ്ങളുള്ളത്. പക്ഷേ ഈ സ്ത്രീകൾ എനിക്ക് നല്ല പണി കൂടെ നിന്ന് അവർ ചതിക്കും, കൂടെ നിന്ന് ചതിക്കും, കൊല്ലാൻ പോലും മടിക്കില്ല. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് എന്താ ലാഭം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അസൂയാണോ അതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഒരാൾ നന്നായിട്ട് 2 പേര് വൈഫ് ഹസ്ബൻഡ് നല്ല രീതിയിൽ ജീവിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. മെൻസ് കമ്മീഷൻ വരണം, അല്ലെങ്കിൽ ഭയങ്കര പണിയാവും കുറച്ച് കഴിയുമ്പോൾ. എന്താണ് താങ്കളുടെ അഭിപ്രായം? വരണമെന്നാണോ വേണ്ടതെന്നാണോ? എൻ്റെ അഭിപ്രായത്തിൽ വേണം തന്നെയാണ്. കാര്യം അത് തന്നെ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് രാഹുൽ ഈശ്വർ. അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇപ്പോഴത്തെ വ്യക്തമായിട്ട് അദ്ദേഹത്തിനോട് ഇറങ്ങാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഞാൻ അയാളോട് പറഞ്ഞെന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും എന്ന് പറഞ്ഞു. നേതാവാകാനല്ല, നിങ്ങൾക്കിട്ട് വരുന്ന വെടിയുണ്ട ഞാൻ ആദ്യം എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാത്ത അയാൾ പറയുന്ന ഒരു കാര്യങ്ങളും അയാളെ തെറി പറയുന്ന ചില ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട്. എന്തോ ഒരു കഷ്ടമാണ്, അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അയാൾ പറയുന്നത്. ഓക്കെ. പക്ഷെ ഞാനിപ്പോൾ രാഹുലിനോട് പറഞ്ഞു, ഒരു കാര്യം മനസ്സിലാക്കുക, ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവനെ കല്ലെറിഞ്ഞ് കൊന്നിട്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിക്കുന്ന ഭൂമിയാണിത്. അതുകൊണ്ട് നാളെ നീ പറഞ്ഞത് സത്യമാണെന്ന് ഇവിടെ എല്ലാവരും മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ആഗ്രഹങ്ങളെല്ലാം ഗംഭീരമാകട്ടെ, ആഗ്രഹങ്ങൾ നടത്താൻ പറ്റട്ടെ, ഇനിയും ഗംഭീര സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ അതുപോലെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളെ 2 പേരെയും വിളിക്കുകയും ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണെന്ന് ചോദിക്കുകയും ചെയ്യാൻ ഈ ചാനൽ എൻ്റെ ബന്ധപ്പെട്ടവരും സിദ്ദീഖും ഒക്കെ സമയം കണ്ടെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്താ, നമ്മളിങ്ങനെയാണ് പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്നത്. അവരുമായിട്ട് സംസാരിക്കാൻ അവസരം തന്നതിൽ സന്തോഷം. എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും കൂടാതെ ജീവിതത്തിൽ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നല്ലത് വരുന്നതിന് സപ്പോർട്ട് എപ്പോഴും നിങ്ങളാണ്. നല്ലൊരു സിനിമ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സഹകരണം, നല്ലൊരു സീരിയൽ കിട്ടണമെങ്കിൽ അതും നിങ്ങളുടെ സഹകരണം, അതെല്ലാം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യത്തിൽ ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും പോകാം. താങ്ക് യു.